നമസ്കാരം. അടുത്ത് വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആര് വരും, അതായത് നമ്മളൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആരാകും തല എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ആകെ ആശയക്കുഴപ്പമാണ്. അത് ഘടകകക്ഷികളിലും അത് മെല്ലെ മാറിപ്പോകുന്നുണ്ട്. അതായത് നാം ഈ പറഞ്ഞു വരുന്നത്, കോൺഗ്രസിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചില നീക്കങ്ങൾ തുടങ്ങി അതിന് ഘടകകക്ഷികളുടെ സഹായം കൂടി തേടുന്നതായും ആണ് നാം കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രോഗ്രാം, അതായത് പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിട്ട് ഈ പറയുന്ന രമേശ് ചെന്നിത്തല പങ്കെടുത്തു. അദ്ദേഹം ആ പങ്കെടുത്തപ്പോൾ പ്രസംഗിച്ചതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ പറയുന്ന സാദിഖ് അലി തങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അപ്പോൾ തുടക്കം നാം പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പ് ഇനി ഒരു വർഷം കൂടെ നിൽക്കുമ്പോൾ രമേശ് അതിനുള്ള പണികൾ ആരംഭിച്ചതിൽ കോൺഗ്രസിനകത്ത് തന്നെ അസംതൃപ്തിയുണ്ട്. UDF കൺവീനർ MM ഹസനും K മുരളീധരനും അതിനെതിരെ ചെറിയ രീതിയിൽ തന്നെ അതൃപ്തി നേരിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് മുരളീധരൻ അതിൽ പറഞ്ഞത്, ഇപ്പോൾ ലീഗ് പ്രകീർത്തിച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആകണമെന്നില്ല. അങ്ങനെ പ്രകീർത്തനം കേട്ട് ഉടൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ ഈ UDF സംവിധാനം എന്തിന്, അതൊക്കെ പാർലമെന്ററി തലത്തിൽ തീരുമാനിക്കേണ്ടതല്ലേ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുരളീധരൻ രമേശിന് ശരിക്ക് കൊള്ളത്തക്ക രീതിയിൽ തന്നെയാണ് മറുപടി നൽകിയത്. അപ്പോൾ രമേശ് ഇവിടെ ഇറങ്ങുമ്പോൾ രമേശ് വ്യക്തമായ പ്ലാനോടുകൂടിയാണ് ഈ പദ്ധതികളും മറ്റുമായൊക്കെ തന്നെ രമേശ് ഇറങ്ങിയിരിക്കുന്നത്. രമേശ് ഈ പറയുന്നത് പോലെ അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരു നല്ല പ്രതിപക്ഷ നേതാവായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ അത് എങ്ങും എത്താതെ പോയി. രണ്ടാമതൊരിക്കൽ കൂടെ പിണറായി വന്നു. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും രമേശിന് കിട്ടാതെ രമേശ് സാധാരണ ഒരു MLA ആയി സഭയിൽ അദ്ദേഹം ഉള്ളത്. VD സതീശനെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് തീരുമാനിക്കുന്നത്. ഒരു രണ്ടാം നിര നേതാവായിരുന്ന VD സതീശൻ ഒന്നാം നിരയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ കാലയളവിൽ പിന്നിട്ടിരിക്കുന്ന ഈ 4 കൊല്ലം കൊണ്ട് VD സതീശൻ ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വളരെ മുന്നേറിയിരിക്കുന്ന ഈ അവസരത്തിൽ രമേശിൻ്റെ രംഗപ്രവേശം വെറുതെയല്ല. രമേശിനെ പെരുന്നയിൽ NSSന്റെ പരിപാടിക്ക് ക്ഷണിക്കുന്നത് മുതൽ രാഷ്ട്രീയ കേരളം രമേശിനെ ഉറ്റുനോക്കുന്നുണ്ട്. രമേശ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ചരടുവലികൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ NSS അദ്ദേഹത്തിനെ ഒരു വേള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് തിരുവഞ്ചൂരിൻ്റെ ആഭ്യന്തര വകുപ്പ് മാറ്റി താക്കോൽ സ്ഥാനത്ത് NSSന്റെ ആളായി രമേശിനെ വെക്കണമെന്ന് പറഞ്ഞ് രമേശ് ആഭ്യന്തരമന്ത്രിയായി. അതൊക്കെ കഥയാണ്. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ ചരിത്രവുമാണ്. ഇപ്പോൾ ഈ പറയുന്നത് രമേശിനെ NSS അവരുടെ പരിപാടിയിൽ പെരുന്നയിലേക്ക് ക്ഷണിച്ചു. രമേശ് ചെന്നു. രമേശും NSSും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുരുകി. സുകുമാരൻ നായർ അദ്ദേഹത്തെ ചേർത്തിരുത്തി അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചു. സുകുമാരൻ നായരെ തിരിച്ച് രമേശ് പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ രമേശ് NSSന് അഭിമതനാണ് എന്നുള്ളത് വന്നു. SNDPയും രമേശിനെ പ്രകീർത്തിച്ചു. ശേഷം അദ്ദേഹം കോഴിക്കോടേക്ക് പോവുകയും കോഴിക്കോട് പോയി തങ്ങളെ കാണുകയും തങ്ങളുടെ അദ്ദേഹത്തിന് സഹായം വേണമെന്ന രീതിയിൽ അദ്ദേഹവുമായി സംസാരിക്കുകയും, അപ്പോൾ തങ്ങളെ കണ്ടതിന് ശേഷം MK മുനീറിനോട് ചോദിച്ചപ്പോൾ MK മുനീർ ശരിക്കും അതിനൊരു അതിശയമുള്ള രമേശിൻ്റെ സാദിഖ് അലി തങ്ങളുടെ പോസ്റ്റിനെയും ചോദ്യം ചെയ്തുകൊണ്ട് MK മുനീർ മാത്രമാണ് ലീഗിൽ നിന്ന് വന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ ചെന്നിത്തല ഇപ്പോൾ ലീഗിനെ കണ്ടു. കോഴിക്കോടുള്ള യാത്രയിൽ മുൻപ് KM മാണി മരണപ്പെട്ടു പോയ പഴയ ധനകാര്യമന്ത്രി, കേരള കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ നയിക്കുന്ന മാണി കോൺഗ്രസിനെ UDFിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ UDFിൽ തിരിച്ചെത്താനുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാധ്യത ചെന്നിത്തല ശ്രമിക്കുന്നു. അത് ലീഗുമായി ചേർന്നുകൊണ്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനകത്ത് തനിക്ക് കിട്ടാത്ത MLAമാരുടെ തനിക്ക് കിട്ടാത്ത VD സതീശന് കിട്ടാൻ പോകുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന സപ്പോർട്ട് ലീഗിൽ നിന്നും മറ്റ് ഘടകകക്ഷികളിൽ നിന്നും തനിക്ക് കിട്ടിയാൽ ഒരു വേള തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി UDF തന്നെ തിരഞ്ഞെടുത്താലോ എന്നൊരു ചിന്തയും ഇദ്ദേഹത്തിനുണ്ട്. അതായത് ലീഗിന് ഏത് വിധേനയായാലും ലീഗിന് ഭരണം വേണം എന്നുള്ളത് ലീഗിൻ്റെ അടുത്ത 2026
ഒരു ഭരണം കൂടി കിട്ടാതായാൽ നീണ്ട എത്രയെങ്കിലും 10 വർഷം കൂടി കഴിയുമ്പോൾ ഭരണത്തിലില്ലാത്ത ലീഗ് ഒന്നുമല്ലാതാകും. അപ്പോൾ ലീഗ് രമേശിനെ പിന്തുണയ്ക്കുന്നത്, രമേശ് എന്ന NSSകാരനെ പിന്തുണയ്ക്കുന്നത്, NSSൻ്റെ പൂർണ്ണമായ പിന്തുണ രമേശിന് കിട്ടും. അപ്പോൾ അങ്ങനെ ലീഗിൻ്റെ ഇപ്പോൾ മുനീർ ചോദ്യം ചെയ്തു എന്ന് പറയുകയാണെങ്കിലും പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി അടങ്ങിയവരും ലീഗിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവരും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് കുടുംബവും അവർ ഈ പറയുന്ന പോലെ എല്ലാവരും അദ്ദേഹത്തിനെ രമേശിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് വരുന്നത്. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ ചേർക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആകില്ല എന്ന മുരളീധരൻ്റെ പ്രസ്താവന, ഹസൻ UDF കൺവീനർ ഹസനും അതിനെ എതിർത്തിട്ടുണ്ട്. ഏതായാലും ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ വരുന്ന ഒരു വർഷത്തേക്ക് രമേശിൻ്റെ ഇത്തരത്തിലുള്ള നീക്കം കോൺഗ്രസിനൊരു തലവേദനയാകുന്നു. ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ കാലയളവിൽ VD സതീശൻ എന്ന സാമാജികൻ, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് ഇത്രയും നാൾ അദ്ദേഹം എടുത്ത ആ ഒരു പ്രയത്നം അത് കേരള സമൂഹം കാണുന്നുണ്ട്. VD മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണോ അതോ രമേശാണോ യോഗ്യൻ എന്നുള്ളത് കേരള സമൂഹം ഒരു വിലയിരുത്തൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സമകാലികമായ വിഷയങ്ങളിൽ ഒക്കെ തന്നെ VD സതീശൻ്റെ ഇടപെടൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായാണ് രമേശ് ചെന്നിത്തല പല കാര്യങ്ങളിലും ഇടപെട്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നതെങ്കിലും ഈ കഴിഞ്ഞ കാലയളവിൽ 4 വർഷം കൊണ്ട് VD എന്ന നേതാവിന് വന്ന മാറ്റം, VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതാണോ നല്ലത് അല്ലെങ്കിൽ രമേശ് വരുന്നതാണോ നല്ലത് എന്നൊരു നമ്മുടെ ആ ഒരു കേരള സമൂഹത്തിനോട് ചോദിച്ചാൽ ഈ പറയുന്ന ഇടത് സർക്കാരിൻ്റെ പിണറായി വിരുദ്ധ വികാരത്തിനെതിരെ ഏറ്റവും കൂടുതൽ UDFൽ നിന്ന് ശബ്ദമുയർത്തിയ ഒരു നേതാവ് VD സതീശനല്ലേ? അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കുറേ യുവ നേതാക്കളും UDFൻ്റെ തലപ്പത്തേക്ക് വരേണ്ടതല്ലേ, കോൺഗ്രസ് തലപ്പത്തേക്ക് വരേണ്ടതല്ലേ എന്ന് സമൂഹം ചിന്തിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിൽ ഉള്ള നീക്കുപോക്കുകൾ എത്രത്തോളം ഫലവത്താകും? രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹം നടക്കുമോ ഇല്ലയോ? UDFിനകത്ത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും ഇനി ബാക്കി മറ്റു ഘടകകക്ഷികളും ചേർന്നുകൊണ്ട് VD സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇളക്കം തട്ടക്കത്ത രീതിയിൽ പെരുമാറുമോ? K മുരളീധരൻ, MF ഹസൻ തുടങ്ങി നിരവധി നേതാക്കൾ VDക്കൊപ്പം നിൽക്കുമോ എന്നുള്ളതൊക്കെ ഒരു ആകാംക്ഷയാണ്. ഏതായാലും കോൺഗ്രസിനകത്ത് ഇതിനകത്ത് തന്നെ പാളയത്തിൽ തന്നെ പടയുണ്ടാകുന്നത് അത്ര നല്ല ലക്ഷണമല്ല എന്ന് കോൺഗ്രസിനകത്ത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പ്രവർത്തകരും നേതാക്കളും കരുതുന്നുണ്ട്. ഇനി വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും ഈ ഇരു നേതാക്കളുടെയും പ്രവർത്തനം എന്നും ജനം നോക്കുന്നു. സ്ഥാനമോഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണോ അതേ ശരിക്കും നല്ലൊരു പ്രവർത്തനമാണോ എന്ന സമൂഹം വിലയിരുത്തുന്നതനുസരിച്ചും അവരുടെ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തുന്നതനുസരിച്ചും അവർ തന്നെ തീരുമാനിക്കട്ടെ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത്. എങ്കിലും ഒരുപടി മുന്നിൽ തന്നെയാണ് VD സതീശൻ എന്ന് തന്നെ നമുക്ക് പറയാം. നന്ദി, നമസ്കാരം.